സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള സുന്നത്ത് നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം. അതുകൊണ്ട് ഒരിക്കലും വിശ്വാസിയായ സ്ത്രീയോ പുരുഷനോ പെരുന്നാൾ നിസ്കാരം മാക്സിമം ഒഴിവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ സാധാരണ 2 റക്അത്ത് നിസ്കരിക്കുന്നു. അതിന് പെരുന്നാൾ നിസ്കാരം എന്ന നിയ്യത്തോടു കൂടെ 2 റക്അത്ത് നിസ്കരിച്ചാൽ ചുരുങ്ങിയ രീതിയിലുള്ള പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപമായി. സവിശേഷമായ രൂപത്തിൽ, പൂർണ്ണാർത്ഥത്തിൽ, പൂർണ്ണമായ രൂപത്തിൽ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കേണ്ടുന്ന രൂപം എങ്ങനെയാണെന്ന് നമുക്ക് വിവരിക്കാം. വലിയ പെരുന്നാൾ നിസ്കാരമാണോ ചെറിയ പെരുന്നാൾ നിസ്കാരമാണോ നിർവഹിക്കുന്നത്, അതിനനുസരിച്ച് നമ്മൾ നിയ്യത്ത് വെക്കുന്നു. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുന്നത് പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ചത് മുതൽ ളുഹറിൻ്റെ സമയം വരെയാണ്, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നത് വരെ. ഈ സമയത്താണ് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കേണ്ടത്. എന്നാൽ സൂര്യൻ ഉദിച്ച് അല്പം ഉയർന്നതിന് ശേഷം, ഒരു കുന്തത്തിൻ്റെ ഖദർ ഉയർന്നതിന് ശേഷം ഏകദേശം ഒരു 19-20 മിനിറ്റ് നമുക്ക് കണക്കാക്കാം. സൂര്യോദയം കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞത് മുതലുള്ള സമയമാണ് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കൽ ഏറ്റവും അഫ്ളലായ ശ്രേഷ്ഠമായ സമയം. വലിയ പെരുന്നാൾ നിസ്കാരമാണ് നിർവഹിക്കുന്നതെങ്കിൽ നിയ്യത്ത് വെക്കുന്നു. വലിയ പെരുന്നാൾ നിസ്കാരം 2 റക്അത്ത് ഖിബലക്ക് മുന്നിട്ടുകൊണ്ട് അതായി അല്ലാഹു തആലയ്ക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നു. ഇമാമിൻ്റെ കൂടെ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമോട് കൂടെ എന്നും കൂടെ അതിലേക്ക് ചേർക്കുക. ഇമാമ് നിൽക്കുന്ന ആളാണെങ്കിൽ ഇമാമായിട്ട് നിസ്കരിക്കുന്നു എന്ന് കരുതാം. അങ്ങനെ നിയ്യത്ത് കഴിഞ്ഞ് വജ്ഹത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം 7 തവണ അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലണം. സാധാരണ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നത് പോലെ കൈയൊക്കെ ഉയർത്തി ചുമലിൽ നേരെ ഉയർത്തിയിട്ട് അങ്ങനെയാണ് തക്ബീർ ചൊല്ലേണ്ടത്. ഈ 1-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് മുൻപ് 7 തക്ബീർ ചൊല്ലുമ്പോൾ ഓരോ തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുക. ആദ്യത്തെ തക്ബീർ തുടങ്ങുന്നതിന് മുമ്പോ 7 തക്ബീറിൽ അവസാനത്തെ തക്ബീർ ചൊല്ലിയതിന് ശേഷമൊന്നും ഈ ദിക്ർ ചൊല്ലേണ്ട. ഓരോ തക്ബീറുകൾക്കിടയിൽ സ്പെഷ്യലായി നമ്മൾ കൊണ്ടുവന്ന 7 തക്ബീറുകളിൽ നിന്നുള്ള ഓരോ തക്ബീറുകൾക്കിടയിലാണ് അത് ചൊല്ലേണ്ടത്. ശേഷം അഊദ് ഓതി ബിസ്മി ഓതി ഫാത്തിഹ ഓതുന്നു. 1-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഖാഫ്, 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഖമർ. ഇതാണ് സുന്നത്തുള്ളത്, ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അല്ലെങ്കിൽ പിന്നെ ഓതേണ്ടത് 1-ാം റക്അത്തിൽ സൂറത്തുൽ അഅല അഥവാ സബ്ബിഹിസ്മ, 2-ാമത്തെ റക്അത്തിൽ ഹൽ അതാക. ഇതാണ് ഇതിൽ ഓതേണ്ടത്. 1-ാം റക്അത്തിൽ 7 തക്ബീർ ചൊല്ലിയതുപോലെ 2-ാം റക്അത്തിൽ 5 തക്ബീറുകൾ ചൊല്ലൽ സുന്നത്താണ്. 1-ാം റക്അത്ത് അവസാനിച്ച് 1-ാം റക്അത്തിലെ ലാസ്റ്റ് സുജൂദിൽ നിന്ന് ഉയർന്ന് 2-ാം റക്അത്തിലേക്ക് വരുമ്പോൾ ഒരു തക്ബീർ ഉണ്ടാവും. അതുകൂടാതെ വേറെ 5 തക്ബീറുകൾ ചൊല്ലുകയും ഓരോ തക്ബീറുകൾക്കിടയിലും നേരത്തെ പറഞ്ഞതുപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുകയും വേണം. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ അഊദും ഫാത്തിഹയൊക്കെ ഓതി ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഖമർ അറിയുന്ന ആളുകൾ അത് ഓതുക, അല്ലാത്ത ആളുകൾ സൂറത്തുൽ ഗാശിയ ഓതുക. ഉളഹിയ്യത്തിൻ്റെ സമയം കൂടുതൽ വിശാലമാകാൻ വേണ്ടി വലിയ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്ന ആളുകൾ പെട്ടെന്ന് നിസ്കരിക്കലും സക്കാത്ത് കൊടുക്കാൻ പറ്റിയ സമയം വിശാലമാകാൻ വേണ്ടി ചെറിയ പെരുന്നാൾ നിസ്കാരം കുറച്ച് വൈകിപ്പിച്ച് നിസ്കരിക്കലും ആണ് സുന്നത്തുള്ളത്. പുരുഷന്മാർ നിസ്കരിക്കുമ്പോൾ നിസ്കാരം മാത്രമല്ല, അതിൻ്റെ കൂടെ 2 ഖുത്ബകൾ കൂടി ഉണ്ടാകും. പെരുന്നാൾ നിസ്കാരം നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് 2 ഖുത്ബകൾ ഓതേണ്ടത്. 1-ാം ഖുത്ബ 9 തക്ബീർ കൊണ്ടും 2-ാം ഖുത്ബ 7 തക്ബീർ കൊണ്ടുമാണ് തുടങ്ങുക. അതോടൊപ്പം ഓരോ തക്ബീറുകളിലെ ഓരോ ഗ്യാപ്പുകളിലും ഖുത്ബയിലെ ഓരോ ഗ്യാപ്പുകളിലും പ്രത്യേകം തക്ബീർ ചൊല്ലലും സുന്നത്തുണ്ട്. ഇതാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സാധാരണഗതിയിലുള്ള പൂർണ്ണമായ ഒരു രൂപം. പിന്നെ പ്രത്യേകമായ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സ്പെഷ്യലായി സാധാരണ നിസ്കാരങ്ങളെ അപേക്ഷിച്ച് 1-ാം റക്അത്തിൽ 7ഉം 2-ാം റക്അത്തിൽ 5ഉം തക്ബീറാണുള്ളത്. ആ തക്ബീർ ഫർളോ അല്ല, അബഅദ സുന്നത്തോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ആ തക്ബീർ ഉപേക്ഷിച്ചത് കൊണ്ട് മറന്നു പോയത് കൊണ്ടൊന്നും നിസ്കാരം ബാത്തിലാവുകയില്ല. അപ്പോൾ അത് നിർവഹിക്കാത്തത് കൊണ്ട് നിസ്കാരം തെറ്റിപ്പോയി പഴിച്ചുപോയി എന്നൊന്നും ആരും കരുതേണ്ടതില്ല.
മനഃപൂർവ്വം തക്ബീർ ഒഴിവാക്കുന്നത് കറാഹത്താണ്. പറയപ്പെട്ട എണ്ണത്തേക്കാൾ വർദ്ധിപ്പിക്കൽ കറാഹത്താണ്. അതുകൊണ്ട് നമസ്കാരം ബാത്തിലാവുകയില്ല. അതുപോലെ തന്നെ ഈ തക്ബീർ ഒരാൾ ചൊല്ലിയില്ല, മറന്നുകൊണ്ട് അയാൾ ഫാത്തിഹയിൽ പ്രവേശിച്ചു. ഫാത്തിഹ ആരംഭിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് തക്ബീർ ചൊല്ലാനുള്ളത് ഓർമ്മയായത്. ഉടൻ ഇങ്ങോട്ട് റിട്ടേൺ തക്ബീറിലേക്ക് തന്നെ വരാൻ പാടില്ല. ഫർദിൽ നിന്നൊരിക്കലും സുന്നത്തിലേക്ക് മടങ്ങി വരാൻ പാടില്ല. അതേ സമയത്ത് ഫാത്തിഹയിൽ അഊദ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഫാത്തിഹ തുടങ്ങിയിട്ടില്ല. അപ്പോഴാണ് ഓർമ്മ വന്നതെങ്കിൽ തക്ബീറുകളിലേക്ക് മടങ്ങി വന്ന് തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. ഫാത്തിഹ തുടങ്ങിയതിന് ശേഷം വീണ്ടും തക്ബീറിലേക്ക് പോകൽ സുന്നത്തില്ല. അതുപോലെ ജമാഅത്തായി പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുമ്പോൾ പെരുന്നാൾ നിസ്കാരം ജമാഅത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഇഖാമത്ത് സാധാരണ ജമാഅത്തുകൾക്ക് കൊടുക്കുന്നത് പോലുള്ള ഇഖാമത്ത് പെരുന്നാൾ നിസ്കാരത്തിനില്ല. അതിനു പകരം അസ്സലാത്ത് ജാമിഅ റഹിമക്കുമുല്ലാ എന്ന് വിളിച്ചു പറയൽ സുന്നത്തുണ്ട്. പെരുന്നാൾ നിസ്കാരത്തിൽ മാത്രമല്ല, ജമാഅത്ത് ശറഅാക്കപ്പെട്ട മഴ തേടിയുള്ള നിസ്കാരം, അതുപോലെ ഗ്രഹണ നിസ്കാരം, തറാവീഹ് നിസ്കാരം, ഇതിനൊക്കെ ഇപ്രകാരം അസ്സലാത്ത് ജാമിഅ എന്ന് പറയൽ സുന്നത്തുണ്ട്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, തക്ബീറുകൾ സ്പെഷ്യലായി 7ഉം 5ഉം തക്ബീറുകൾ നമ്മൾ പറഞ്ഞു. ആ തക്ബീറുകൾ ഉച്ചത്തിലാണ് ചൊല്ലേണ്ടത്. ഇമാമ് നിൽക്കുന്ന ആളും ഉച്ചത്തിലാണ് ചൊല്ലേണ്ടത്. തനിച്ച് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ആ തനിച്ച് നിസ്കരിക്കുന്ന ആളും നല്ല ഉച്ചത്തിലാണ് ആ തക്ബീറുകൾ ചൊല്ലേണ്ടത്. അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇമാമും ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമും മഅ്മൂമും, ഇനി ജമാഅത്തല്ലാതെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളാണെങ്കിലൊക്കെ ആ തക്ബീറുകൾ ഉറക്കെയാണ് ചൊല്ലേണ്ടത്. അതേസമയം രണ്ട് തക്ബീറുകൾക്കിടയിൽ ഒരു ദിക്ർ നമ്മൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ആ തക്ബീറുകൾ പതുക്കെയാണ് ചൊല്ലേണ്ടത്. ഇത്രയുമാണ് പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട ചുരുങ്ങിയ വിവരങ്ങൾ. അപ്പോൾ പരമാവധി എല്ലാ ആളുകളും നിസ്കാരം നിർവഹിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ചുരുങ്ങിയ രൂപവും പൂർണ്ണമായ രൂപവും ഒക്കെ നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പെരുന്നാൾ നിസ്കാരവും മറ്റു നിസ്കാരങ്ങളും അമലുകളും എല്ലാം അവൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നിർവഹിക്കാനും അവയെല്ലാം ഖബൂൽ ആക്കപ്പെടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. ആമീൻ.